സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽ വേളയ്ക്കായി ഞാൻ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാതത്തിലെ ധ്യാനത്തിനായിട്ട് 23-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകൾ നടത്തുന്നു. ഹു ഈസ് അവർ ഗാഡ്? ഇന്ന് ഈ പകൽക്കാലം ദൈവം നിങ്ങൾക്കാരാണ്? നിങ്ങളെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. നിങ്ങൾ ആരാലും നടത്തപ്പെടുകയല്ല, നിങ്ങൾ ദൈവത്താൽ നടത്തപ്പെടാൻ പോകുകയാണ്. സ്തോത്രം. നമ്മൾ പരസഹായത്താൽ നടത്തപ്പെടുമ്പോൾ അതിന് അവകാശികളായി പലരും പിന്നീട് നമ്മുടെ മുൻപിൽ വരും. നമ്മളെ സാമ്പത്തികമായി നടത്തിയാൽ, നമ്മളെ ആത്മീകമായി നടത്തിയാൽ, ഇതൊക്കെ പിന്നീട് അവകാശം പറഞ്ഞ് പലരും വരും. പക്ഷെ ദൈവത്തിന്റെ ദാസനായ ദാവീദ് 23-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പറയുക, യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട് അവൻ എന്നെ നടത്തുകയാണ്. സ്തോത്രം. ഞാൻ നടക്കുകയല്ല, ഞാൻ നിൽക്കുകയല്ല, ദൈവമാണ് എന്നെ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും, എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നത്, എൻ്റെ ദൈവമാണ് എന്നെ നടത്തുന്നത് പറയുവാൻ എത്ര പേർക്ക് സാധിക്കും? ആ വിശ്വാസമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ നടക്കാൻ പോകുകയല്ല, ദൈവം നിങ്ങളെ നടത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ഭാരങ്ങളുമായിട്ടായിരിക്കും നിങ്ങൾ നടക്കുന്നത്. പക്ഷേ ആ ഭാരങ്ങളെ നീക്കി നിങ്ങളെ സ്വാതന്ത്ര്യത്തോടെ ദൈവം നടത്താൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ട്, നിങ്ങളുടെ വേദനകളെ കണ്ട ദൈവം നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊണ്ട ആ ദൈവം നിങ്ങളെ പുലർത്തുന്ന ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവിൽ വയ്ക്കുക. ദൈവം നിങ്ങളെ നടത്തും. നിങ്ങളുടെ പ്രയാസങ്ങളെ ദൈവം മാറ്റും. നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾ കരയല്ല, മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ കരയരുത്. കരയുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുൻപാകെ കരയുക. നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം നിങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിയുക. പ്രാർത്ഥന നിങ്ങളെ മുൻപോട്ട് നടത്തും. പ്രാർത്ഥന നിങ്ങളെ മുൻപോട്ടുള്ള ഒരു യാത്രയ്ക്ക് വേണ്ട ലക്ഷ്യം നിങ്ങൾക്ക് നൽകും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥന നിങ്ങൾക്ക് വിജയം നൽകും. പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ ശത്രുവിന് സാധിക്കത്തില്ല. നമ്മുടെ വഴികളിൽ ദൈവമാണ് നമ്മെ നടത്തേണ്ടത്, മനുഷ്യരാരുമല്ല, നമ്മുടെ ബന്ധങ്ങളല്ല, നമ്മുടെ സ്വന്തക്കാരല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരല്ല. ആത്മീക മണ്ഡലത്തിലായാലും ഭൗമിക മണ്ഡലത്തിലായാലും എന്നെ നിങ്ങളെയും നടത്തേണ്ടത് ദൈവമാണ്. അതിനായി ദൈവം നിങ്ങളുടെ അരികിലുണ്ട്. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങളെ ദൈവം നടത്തി തരും. നിങ്ങൾ ആത്മീകമായി വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ, ദൈവം നിങ്ങളെ നടത്താൻ പോകുകയാണ്. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണോ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ അതിശയകരമായി വഴി നടത്താൻ പോകുകയാണ്. പ്രിയ ദൈവദാസന്മാരെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ഒരുപാട് ഭാരം അനുഭവിക്കുന്നവരായിരിക്കാം. പല വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ ഞെരുങ്ങുന്നവരായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളോട് പറയാൻ ദൈവം എന്നെ പ്രേരിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ നടത്തുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. അനാഥരെയും വിധവമാരെയും പരിപാലിക്കുന്ന ദൈവം. നമ്മുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ദൈവം നമ്മെ നടത്തും. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ 40 വർഷക്കാലം മിസ്രൈമിൽ നിന്ന് രക്ഷിച്ച ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ 40 വർഷമാണ് അവരെ ദൈവം നടത്തിയത്. അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നുവെങ്കിലും ആ പ്രയാസഘട്ടങ്ങളിൽ ദൈവമാരാണ് കരം പിടിച്ച് നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. അവിടെ പറയുന്നൊരു വാക്ക് നിങ്ങൾക്കറിയാമല്ലോ. വചനത്തെ ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, നിങ്ങൾ ധരിച്ച വസ്ത്രം ജീർണിച്ചു പോയില്ല, നിങ്ങളുടെ കാലിലെ ചെരുപ്പ് അത് തേഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല. കാരണം ദൈവത്തിന്റെ ഉള്ളങ്കരങ്ങളിലാണ് ദൈവം അവരെ നടത്തിയത്. അങ്ങനെയെങ്കിൽ ഈ മരുഭൂമി യാത്രയിൽ നമ്മളല്ല നടക്കുന്നത്, ദൈവമാണ് നമ്മൾ നടത്തുന്നത്. ഇതുപോലെ കാലം നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം നടത്തി തരും. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ദൈവം മാറ്റും. നിങ്ങളുടെ രോഗങ്ങളെ ദൈവം മാറ്റും. നിങ്ങളുടെ മനസ്സിന്റെ വിഷമങ്ങളെ മാറ്റും. സങ്കീർത്തനക്കാരൻ ദാവീദിനോട് ചേർന്ന് നമുക്ക് പറയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. ഈ ദൈവം ഇതുപോലെ കാലം നിങ്ങളെ നടത്തും. നിങ്ങളുടെ വഴികളിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ആകയാൽ വിശ്വസിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.